മലയാളത്തിലെ സകലമാന മാധ്യമങ്ങളും എമ്പുരാൻ വലിയ വിജയമായി കുതിക്കുന്നു എന്ന് പറയുമ്പോഴും കണക്കുകൾ കാണിക്കുന്നത് ഓരോ ദിവസം കഴിയുന്തോറും ആ ചിത്രം കുപ്പുകുത്തുന്ന കാഴ്ചയാണ്. 100 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോഴും അതിൻ്റെ യഥാർത്ഥ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന science.com എന്ന് പറയുന്ന ഈ കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്ന വെബ്സൈറ്റ് പ്രകാരം ആദ്യ ദിനം, അതായത് ഫസ്റ്റ് ദിവസം ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം കിട്ടിയത് 21 കോടി രൂപയായിരുന്നു. അതിലേറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് കേരളത്തിൽ നിന്നായിരുന്നു. 18.6 കോടി രൂപ കേരളത്തിൽ നിന്ന് ലഭിച്ചു. കർണാടകത്തിൽ നിന്ന് ലഭിച്ചത് 50 ലക്ഷം രൂപ മാത്രമാണ്. തെലുങ്കിൽ നിന്ന് 1.15 കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 70 ലക്ഷം രൂപയുമാണ് ആ സിനിമ കളക്ട് ചെയ്തത്. ഗ്രോസ് കളക്ഷനാണ് ഈ പറയുന്നത്. ഹിന്ദിയിൽ നിന്ന് 50 ലക്ഷം, അതായത് മുംബൈയിലും ഒപ്പം തന്നെ ദില്ലിയിലുമൊക്കെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. അവിടുന്ന് എല്ലാം കൂടി കിട്ടിയത് 50 ലക്ഷം രൂപയാണ്. ഇത് ആദ്യ ദിനത്തിലെ ഗ്രോസ് കളക്ഷനാണ് പറയുന്നത്, അല്ല നിർമ്മാതാവിൻ്റെ പോക്കറ്റിൽ പോയ തുകയല്ല, ഗ്രോസ് കളക്ഷനാണ് പറയുന്നത്. ഒപ്പം തന്നെ രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും ഇതിൻ്റെ പകുതി പോലും എത്താൻ കളക്ഷനിൽ ഈ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ്. 45.24% ഇടിവാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് കിട്ടിയത് 11.5 കോടി രൂപ. ആദ്യ ദിവസം 18 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ സ്ഥാനത്ത് കേരളത്തിൽ നിന്ന് കിട്ടിയത് 11.5 കോടി. ഒപ്പം തന്നെ കർണാടകത്തിൽ അത് 30 ലക്ഷമായി, 50 ലക്ഷം എന്നുള്ളത് 30 ലക്ഷമായി കുറഞ്ഞു. ശ്രദ്ധേയമായ കാര്യം തെലുങ്കാനയാണ്. അവിടെ 1.15, അതായത് 1.15 കോടി കളക്ട് ചെയ്ത ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് രണ്ടാം ദിവസം എത്തിയപ്പോഴേക്കും 25 ലക്ഷത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ 70 ലക്ഷമായിരുന്നു ആദ്യ ദിവസത്തെ കളക്ഷനെങ്കിൽ രണ്ടാം ദിവസം അത് 27 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഹിന്ദിയിൽ 50 കിട്ടിയിടത്ത് 40 മാറുന്നു. ഇന്നലെയും ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 4.36 കോടിയാണ്. അതായത് ശനിയാഴ്ചത്തെ കളക്ഷനാണ് പറയുന്നത്. അതായത് ആദ്യത്തെ ദിവസം 21 കോടി ഗ്രോസ് കളക്ഷൻ ഇന്ത്യയിലേക്ക് കിട്ടിയപ്പോൾ രണ്ടാം ദിനം 11.5 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ കിട്ടിയത്. ഇന്നലത്തെ ഗ്രോസ് കളക്ഷൻ 4.36 കോടി രൂപ. അതായത് ഇവർ ഈ പറയുന്നത് കണക്ക് വലിയ രീതിയിൽ പടം മുന്നേറുകയാണെങ്കിൽ 21 എന്നുള്ളത് 22 ആയില്ലെങ്കിൽ പോലും ഒരു 15 മുകളിലെങ്കിലും നിൽക്കണമായിരുന്നു. പക്ഷേ ഇവിടെ 15 പോയിട്ട് 5 മുകളിൽ പോലും എത്താൻ മൂന്നാമത്തെ ദിവസം ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, കേരളത്തിന് പുറത്ത് ഈ സിനിമ അല്പമെങ്കിലും ഒരു ചലനം സൃഷ്ടിച്ച തെലുങ്കാനയിലാണ്. അവിടെ ആദ്യ ദിവസം 1.15 കോടി രൂപ, അതായത് 1.15 കോടി രൂപയായിരുന്നു ആദ്യ ദിവസം കിട്ടിയതെങ്കിൽ രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കേവലം 25 ലക്ഷം രൂപയിലേക്ക് മാറിയിരിക്കുകയാണ്. അതോടുകൂടി നിർമ്മാണത്തിൻ്റെ ചെലവുകളെ സംബന്ധിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് 400 കോടി രൂപ മുടക്കുമുതലെന്ന് പറഞ്ഞു, പിന്നീട് 226 കോടിയാണെന്ന് പറഞ്ഞു, പിന്നീട് 200 കോടിയായി. ഇപ്പോൾ കേൾക്കുന്നത് 200 കോടി രൂപയ്ക്കും താഴെയാണെന്നൊക്കെയാണ്. നിർമ്മാണ ചെലവിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല, എത്ര രൂപയാണെന്ന്. അതായത് എത്ര കിട്ടിയാൽ മുതലാകും എന്നുള്ള കണക്കൂട്ടലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഗ്രോസ് കളക്ഷൻ്റെ 60% മാത്രമാണ് ഈ നിർമ്മാതാക്കളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത്. അതായത് 10 ലക്ഷം രൂപ കിട്ടിയ 6 ലക്ഷം രൂപ മാത്രമാണ് നിർമ്മാതാക്കൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കണക്കുകൾ ഒപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് സിനിമ നഷ്ടമല്ലെന്ന് വരുത്തി തീർക്കാനാണോ ഈ നിർമ്മാണ ചെലവിലെ ഈ കുറവ് പറയുന്നത് എന്നറിയില്ല. ഏതായാലും ഇനി മാധ്യമങ്ങളൊക്കെ എത്ര തള്ളിമറിച്ചിട്ടും കാര്യമില്ല. കണക്കുകളൊക്കെ ഏത് സാധാരണക്കാരൻ്റെയും വിരൽത്തുമ്പിൽ ലഭ്യമായി കാലത്ത് കണക്കിലെ കള്ളങ്ങൾ ഇനി നടക്കില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.